ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിലെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേഷൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. അതായത് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ടിങ് ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട തിയറി നോട്ട്സും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓർ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആണ്. ഫ്യൂച്ചറിലുള്ള ഒരു ക്യാഷ് ഫ്ലോയുടെ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്ന സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള 1,00,000 രൂപയുടെ ഇന്നത്തെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു? ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു. അതായത് 10 കൊല്ലം കഴിഞ്ഞാലുള്ള 1,00,000 ഇന്നത്തെ വാല്യൂ എത്രയാണ്? ഓക്കെ, ആ 1,00,000 ഇന്ന് 1,00,000 വാല്യൂ ഉണ്ടാകില്ല. ഇന്ന് എത്രയാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ. ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനാണ് PV = P ഡിവൈഡഡ് ബൈ 1+R/n എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിസ്കൗണ്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് എന്താണ് ഡിസ്കൗണ്ടഡ് സമ്മാണ്. ഇനി R എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് PV ഓഫ് ₹1,000 റിസീവബിൾ ആഫ്റ്റർ 4 years ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ₹8%. ഓക്കെ, അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് 1000 ആണ്, N എന്ന് പറയുന്നത് 4 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് 8% ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം PV = P ഡിവൈഡ് ബൈ 1+R/n ആണ്. 1000 ആണ് P വരുന്നത്, 1+R എന്ന് പറയുന്നത് 8%. 8% എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 100 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? എന്നാണ് 0.08 ആണ്. അപ്പോൾ 0.08 എന്ന് കിട്ടും. അതായത് 1000 ഡിവൈഡ് ബൈ 1.08 കണ്ടു കഴിഞ്ഞാൽ 1.36 എന്ന് കിട്ടും. അതായത് 1000 ഡിവൈഡ് ബൈ 1.36 എന്ന് പറയുന്നത് എത്ര കിട്ടും? 735 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടെത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ വരുന്നത് ടേബിൾ 1ഉം ടേബിൾ 2ഉമാണ്. ടേബിൾ 3 നമ്മൾ പറഞ്ഞു എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. ടേബിൾ 4ഉം എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. അപ്പോൾ ടേബിൾ 1 പ്രകാരമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ടേബിൾ 1ൻ്റെ എന്ത് ചെയ്യുന്നു? വാല്യൂ നമ്മൾ എടുക്കുന്നു. ടേബിൾ 1ൻ്റെ എത്ര പെർസെൻറ്റേജിലുള്ളതാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് റേറ്റ് 8% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? PV വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ടേബിൾ വാല്യൂ വരുന്നത് എത്രയാണ്? 0.735 എന്നുള്ളതാണ് ടേബിൾ വാല്യൂ വരുന്നത്. അപ്പോൾ 1000 × 0.735 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 735 എന്ന് കിട്ടും. അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 ഇയർ ആണ് വരുന്നത്. 4 ഇയറിന് നേരെ 8% ആണ് വരുന്നത്. 8% നേരെയുള്ള PV വാല്യൂ എടുക്കുന്നു. 0.735 എന്ന് കിട്ടും. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 735 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ എന്താണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതേ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ആണ്. ആന്വിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആന്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ പേയ്മെൻറ്റ്സ് ഒരു സീരീസ് റെഗുലർ ഇൻ്റർവെല്ലായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആന്വിറ്റിയുടെ കേസിൽ നമ്മൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്വിറ്റി കാണാൻ PV = P1 ഡിവൈഡ് ബൈ 1+R പ്ലസ് P2 ഡിവൈഡ് ബൈ 1+R/2 പ്ലസ് ഇങ്ങനെ എക്സെട്ര PN ഡിവൈഡ് ബൈ 1+R/3 എന്ന് പറയുന്ന N എന്ന് പറയുന്ന ഇവിടെ 1+R/n എന്ന് പറയുന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ N ആണ്. അതായത് എത്ര വർഷമാണ് വരുന്നത് അത്രയും വർഷത്തെ നമ്മൾ ഇക്വേഷനിൽ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക.
annuity received is rupees 5,000 per annum. Calculate the present value of annuity received for 4 years if the discount rate is 6%. ഇവിടെ നിങ്ങൾ നോക്കുക മൊത്തം 4 ഇയേഴ്സ് ആണ്. അപ്പോൾ 4 ഇയേഴ്സ് ആകുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, P1 P2 P3 P4 എന്നുള്ള രീതിയിൽ അത്തരത്തിൽ കൊടുക്കും. 1+R⁻2 എന്താണ് 2, ഒന്നാമത്തെ 1 ആണ്, അതുകൊണ്ട് 1 കൊടുക്കണമെന്നില്ല. 1+R⁻2 3 4 ആ രൂപത്തിൽ വരും. ഇപ്പോൾ ഇക്വേഷനിൽ അങ്ങനെയാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുന്നത് 5,000 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത്, ഡിവൈഡ് ബൈ 1+, ഇവിടെ എമൗണ്ട് പെർസെൻറ്റേജ് എത്രയായിരുന്നു, 6% ആയിരുന്നു. അപ്പോൾ 0.06 എന്ന് വരും. 6 ഡിവൈഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.06 എന്ന് കിട്ടും. അപ്പോൾ 1+0.06, രണ്ടാമത്തേൽ 5,000 ഡിവൈഡ് ബൈ 1+0.06 മൂന്നാമത്തേൽ ⁻3, നാലാമത്തേൽ ⁻4. ഇതാണ് മാറ്റം വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും, 5,000 ഡിവൈഡ് ബൈ 1.06 പ്ലസ് 5,000 ഡിവൈഡ് ബൈ 1.1236 പ്ലസ് 5,000 ഡിവൈഡ് ബൈ 1.191016 പ്ലസ് 5,000 ഡിവൈഡ് ബൈ 12625. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ നമുക്ക് എത്ര കിട്ടും, 17,325.46 എന്ന് കിട്ടും. ഇത്തരത്തിലാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതേ സാധനം തന്നെ നമുക്ക് ടേബിൾ വാല്യൂ യൂസ് ചെയ്തുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇയർ ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആറ്റ് 6% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആറ്റ് 6% എന്ന് പറയുന്നത് എത്രയാണ്, 0.943, 0.890, 0.840, 0.792. ഓക്കെ, അതായത് ടേബിൾ 1ൻ്റെ 6% നേരെ ഓരോ വർഷത്തെയും വാല്യൂ എടുത്ത് നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊടുക്കുന്നു. ഇനി പ്രസൻറ്റ് വാല്യൂ കാണുന്നു, 5,000 × 0.943 4,715. അടുത്ത 5,000 × 0.890 4,450. then 5,000 × 0.840 4,200. 5,000 × 0.792 3,960. അതായത് ഇതിനെ നമ്മൾ PV മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17,325 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്, ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ആനുറ്റിയുടെ കേസിൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ഇതേപോലെ ടേബിൾ വാല്യൂ യൂസ് ചെയ്തുകൊണ്ടും കണ്ടെത്താം. ഇനി ഇതേ സാധനം തന്നെ ടേബിൾ 2 അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ടേബിൾ 2ൻ്റെ എത്രയാണ് നമ്മുടെ വർഷം വരുന്നത്, മൊത്തം വർഷം വരുന്നത് 4 കൊല്ലമാണ്. അപ്പോൾ ടേബിൾ 2 4ാമത്തെ കൊല്ലം 6% എത്രയാണ് വാല്യൂ വരുന്നത്, 3.465 ആണ്. അതിൻ്റെ 5,000 കണ്ടു കഴിഞ്ഞാൽ 17,325 എന്ന് ആൻസർ കിട്ടും. സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ആണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആനുറ്റിയുടെ കേസിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.